ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സുന്ദരപാണ്ഡ്യപുരം എന്ന സ്ഥലത്തേക്ക് പോകാനായി വന്നതായിരുന്നു. ഇതിപ്പം തെങ്കാച്ചിക്ക് പോകുന്ന ആ റൂട്ടിൽ ചെങ്കോട്ട അവിടെയുള്ള 13 കണ്ണറ പാലത്തിൻ്റെ ആ ഭാഗത്താണ് നിൽക്കുന്നത്. നമുക്ക് ഈ 13 കണ്ണറ പാലവും അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ 13 കണ്ണറ പാലം ശരിക്കും നിർമ്മിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്തിലാണ്. അതായത് 1904 ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് കൊല്ലത്ത് നിന്നും മദ്രാസിലേക്ക് ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ ഈ പാലം നിർമ്മിച്ചത്. ഈ പാലത്തിന് ഏകദേശം 100 അടിയോളം ഹൈറ്റ് ഉണ്ട് കേട്ടോ. നല്ല ഹൈറ്റാണ്. നമുക്ക് അവിടെ നോക്കുമ്പോൾ തന്നെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല 100 അടിയോളം ഹൈറ്റുള്ള ഒരു പാലം തന്നെയാണ്. പിന്നെ ഈ പാലം നിർമ്മിച്ചിരിക്കുന്ന പ്രധാനമായും കരിങ്കല്ല്, ചുണ്ണാമ്പ് കല്ല് അങ്ങനെ ചേർത്തൊരു സുർക്കി മിശ്രിതം അത് ചേർത്താണ് ഈ പാലം പണിഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പാലത്തിന്റെ മറുവശത്ത് നമ്മൾ കാണുന്നതാണ് കഴുതുരുട്ടി നദി. എന്തുകൊണ്ടും നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അതിൻ്റെ ചുറ്റുപാടുകളെല്ലാം. അത് നമുക്കവിടെ കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു കാര്യം. ഈ കാണുന്നതാണ് കഴുതുരുട്ടി നദി. അതായത് ഈ പാലത്തിൻ്റെ മറുവശത്തായിട്ടാണ് കാണുന്നത്. ഈ പാലത്തിൻ്റെ അപ്പുറത്തൊരു സൈഡ് വരുന്നത് കുന്നുകളാണ്. മലയുടെ ഒരു താഴ്വാരത്തിലൂടെയാണ് ഈ പാലം ശരിക്കും കടന്നു പോകുന്നത്. എന്തുകൊണ്ടും നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ 13 കണ്ണറ പാലം സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലം. അവിടെ നോക്കുമ്പോൾ ഒരു പാറയുണ്ട് കേട്ടോ. ഈ പാറ നിറച്ച് നല്ല പുല്ലാണ് കാണാനൊക്കെ. ശരിക്കും വളരെ ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. അത് അവിടെ പോയാൽ മാത്രമേ ആ ഒരു ഫീല് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ നോക്കിയായിരുന്നു. അപ്പോൾ അവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവർ ഗേറ്റ് ഇട്ട് അടച്ചിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് മുകളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ ഒരുപാട് പേര് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ എല്ലാം. എന്താ ആ പ്രകൃതി ഭംഗി തന്നെ നല്ല അടിപൊളിയല്ലേ. നല്ല വെള്ളം ഒഴുകുന്നതും അതിൻ്റെ ഇടയിലുള്ള ആ ഒരു വ്യൂവും ശരിക്കും നല്ലൊരു ഫീല് അവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ശരിക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.